കല്ലുമ്മക്കായ നിറക്കുന്ന മിക്സിയിലേക്ക് ഈ ഒരു സീക്രട്ടും കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. എന്താ സീക്രട്ട് എന്നല്ലേ, ഇതന്നെ ഈ പച്ചക്കുള്ള കല്ലുമ്മക്കായ ഒരു 3-4 ഇറന്നിട്ട് നമ്മൾ അരവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ട് അരച്ചിട്ട് മാവ് തയ്യാറാക്കാന്നെങ്കിൽ കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നു. അപ്പൊ ചെയ്ത് നോക്കിയാലോ ഓള് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കല്ലുമ്മക്കായന്റെ തോടിൽ ഇറച്ചിയൊന്നും പറ്റി പിടിക്കാണ്ട് പെട്ടെന്ന് അടർന്നു വരണമെങ്കിൽ ഇതാ ഞാനിപ്പോ കാണിക്കുന്ന ഈ ഒരു ട്രിക്കും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെറിയ ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ താഴ്ഭാഗം ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിങ്ങ് അടന്നു വരും. മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും, എന്നിട്ട് അതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനുള്ള മിക്സ് തയ്യാറാക്കിയത്. ഈ കൂട്ടിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഇതിന്റെ 3 ഭാഗവും നല്ലോണം മൊരിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം. എന്തായാലും ഇങ്ങനെയുള്ള സീക്രട്ട് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ.